ഹലോ, ഇത് നമ്മുടെ ഡേ 5 ആണ്. നമ്മൾ ഡേ 5 ഡെബൂച്ചിയിൽ നിന്ന് ഡിംഗ്ബോച്ചയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ കണ്ടത് സാഗർമാത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. അവിടെ എന്ന് വെച്ചാൽ നമുക്കൊരു 1 കിലോ വെയിറ്റ് നമ്മൾ കുറച്ച് ക്യാരി ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് എത്തിക്കുക. എന്ന് വെച്ചാൽ ഇത്രയും ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് അവർക്ക് കിലോസ് ഓഫ് വെയിറ്റ് താഴെ വരെ കൊണ്ടുവരാൻ പാടല്ലേ. അപ്പം നമ്മളെപ്പോലുള്ള ട്രക്കേഴ്സ് പോകുമ്പോൾ മിനിമം ഒരു 1 കിലോ വെയിറ്റ് നമ്മൾ ക്യാരി ചെയ്ത് താഴെ അവർ പറയുന്ന പോയിന്റിലോട്ടൊന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു. വീണ്ടും ഞാൻ എവറസ്റ്റ് കണ്ടു. അപ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് ഈ ദിവസം പോകുമ്പം ഏറെക്കുറെ എവറസ്റ്റിൻ്റെ അത്യാവശ്യം വ്യൂ കണ്ടുകൊണ്ടേ ഇരിക്കാൻ പറ്റും ട്രെയിനിലെല്ലാം. എല്ലാ ദിവസവും ക്ലൈമറ്റ് പറയാനാണെങ്കിൽ വെയിലുണ്ട്. പക്ഷെ വെയിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം സൺബേൺ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് സൺബേണൊക്കെ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയുണ്ട്, മറ്റേ നമ്മുടെ ആലിപ്പഴം പോലെ അങ്ങനത്തെ സ്നോഫോളുണ്ട്. നല്ല നല്ല സ്നോഫോളും ഉണ്ടായിരുന്നു. പിന്നെ ഈ ആലിപ്പഴം പോലെ ഇങ്ങനെ വീഴുന്ന കണക്ക് മുഖത്തൊക്കെ വന്ന് അടിക്കും. നല്ല നല്ല സൈസായിട്ടുള്ള ഐസ് കട്ട പോലത്തെ അങ്ങനത്തെ സെറ്റപ്പായിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയത്തിൽ ഇപ്പോൾ ഫുള്ള് മഞ്ഞ്. ടെമ്പറേച്ചറൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ 0 ഡിഗ്രി ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു ട്രക്കിംഗ് റൂട്ടായിരുന്നു ഇതുവരെ പോയതിൽ. ഫുള്ളിങ്ങനെ മഞ്ഞും കുറച്ച് ഇങ്ങനെ പാറയും പിന്നെ ചെറിയ ചെറിയ ചെടികളും നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീമിൽ ആർക്കും അങ്ങനെ AMS ഒന്നും അടിച്ചില്ല കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഉള്ളവരെല്ലാം ഡയമോക്സ് എന്ന് പറയുന്നൊരു മെഡിസിൻ ഉണ്ട്. അത് ഡയമോക്സിൻ്റെ ഒരു ടാബ് എന്ന് പറയുന്ന ഒരു 250 mg വരുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഹാഫ് വെച്ചിട്ട് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആർക്കും ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒന്നും വന്നില്ല. പിന്നെ ഞാൻ ഫുഡിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഈ റൂട്ടിൽ അത്യാവശ്യം എല്ലാ ഫുഡും കിട്ടും. എന്നാലും അവർ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഐറ്റം എന്ന് വെച്ചാൽ ദാൽ ബാത്ത് എന്ന് പറയുന്നൊരു ഐറ്റമാണ്. ദാൽ ബാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞരി ഉണ്ടല്ലോ, കുഞ്ഞരിയും പിന്നെ അവരുടെ കുറച്ച് കറികൾ, എക്സാമ്പിൾ ദാലും പിന്നെ കുറച്ച് പിക്കിളും പിന്നെ കുറച്ച് വെജിറ്റബിൾ കറി, അങ്ങനെ ഒരു സെറ്റപ്പ്. പക്ഷെ എനിക്ക് കുഞ്ഞരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും ഡേയ്സിൽ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചത് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ പാൻ കേക്ക് കിട്ടും, സാൻഡ്വിച്ച് കിട്ടും, പിന്നെ ലഞ്ചിനാണെങ്കിൽ നൂഡിൽസ് കിട്ടും. പക്ഷെ നൂഡിൽസ് ഒന്നും കഴിക്കാൻ ഞങ്ങളുടെ ഗൈഡ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. തിരിച്ച് വരുമ്പോൾ കഴിച്ചോ, അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ റൈസ് ഐറ്റംസ് എടുത്താൽ മതി എന്നായിരുന്നു നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ഡിംഗ്ബോച്ച എത്തി. ഇവിടത്തേക്ക് ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിനൊക്കെ നല്ല റേറ്റാണ്. വെള്ളം അതേപോലെ തന്നെ ഹോട്ട് ഷവർ കുളിക്കണമെങ്കിലും നല്ല റേറ്റാണ്. ഞാൻ ആൾട്ടർനേറ്റീവ് ഡേയ്സൊക്കെ കുളിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ആൾട്ടിറ്റ്യൂഡിൽ കഫേ 4410 എന്നാണ് ഈ കഫേയുടെ പേര്. 4410 ആൾട്ടിറ്റ്യൂഡാണ്. കിഡിലൻ കഫേ. നമ്മൾ ഇത്രയും ദിവസം അധികം സ്വീറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതെയായിരുന്നു ഇവിടെ വരെ എത്തിയത്. ഈ ദിവസം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ചീസ് കേക്ക്, നോർമൽ കേക്ക്, പിസ്സ, ബർഗർ എല്ലാ ഐറ്റംസും അടിപൊളി ടേസ്റ്റും. എനിക്കറിഞ്ഞൂടാ ആ ആൾട്ടിറ്റ്യൂഡിൻ്റെ ആയിരുന്നോ ആ കഫേയുടെ ആയിരുന്നോ, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ആ കഫേയിൽ. ഇത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാതിരിക്കുവാണേ. ഓരോ സമയവും നമുക്കിങ്ങനെ ബ്രീഫിംഗ് ഒക്കെ തരും, നാളെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഈ കാണുന്നത് ഓക്സിമീറ്ററാണ്. നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ എന്നും വൈകിട്ട് നോക്കും എത്രയുണ്ടെന്നൊക്കെ. ഒരു 50 ഒക്കെ ആണെങ്കിൽ ഭയങ്കര ലോ ആണ്, പിന്നെ നമ്മളെ അവിടെ നിർത്തത്തില്ല. ഒരു 70 to 90 ആയിരുന്നു എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്ന റേഞ്ച്. അതൊക്കെ പെർഫെക്റ്റ് ഓക്കെ റേഞ്ചായിരുന്നു. ഇത് ഡിംഗ്ബോച്ചയിലെ നെക്സ്റ്റ് ഡേ ആണ്. ഡിംഗ്ബോച്ചയിൽ നമ്മൾ അന്ന് അക്ലമറ്റൈസേഷനുണ്ട്. ആ അക്ലമറ്റൈസേഷന് നമ്മളൊരു മല കയറാൻ പോവും. എൻ്റെ ബാക്കി കാണുന്നതാണ് അമാഡാബ്ലം മൗണ്ടൻ. നേരെ ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ പറഞ്ഞാൽ കാണാം. പക്ഷെ ഇച്ചിരി ക്ലൗഡിയാ. അതെന്തോ ഒരു സേക്രഡ് മൗണ്ടനാവും. ഫുൾ ഓഫ് സ്നോ കവേർഡ് മൗണ്ടൻസ്. നമ്മൾ അന്ന് ഞാൻ പറഞ്ഞില്ല അക്ലമറ്റൈസേഷന് നമ്മൾ കയറുന്നത് ഒരു 4350 മീറ്റർ വരെയാണ് നമ്മൾ അന്നത്തെ ആ ഒരു ഹില്ല് കയറുന്നത്. അവിടെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ അമാഡാബ്ലത്തിൻ്റെ വ്യൂ ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ലതായിട്ട് കാണാൻ പറ്റും. ഇവർ പറയുന്ന സത്യം പറഞ്ഞാൽ എവറസ്റ്റിനെക്കാട്ടിലും ഡിഫിക്കൽട്ടാണ് അമാഡാബ്ലം കയറാനെന്നാണ്. അമാഡാബ്ലത്തിനെ അവർ ടെക്നിക്കൽ മൗണ്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സാക് പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ ചെന്നിട്ട് തിരിച്ച് വരിക. അതാണ് അന്നത്തെ അക്ലമറ്റൈസേഷൻ പരിപാടി. താഴോട്ട് നോക്കിയാൽ നല്ല വ്യൂ വയ്ക്കുക. ആ താഴെ കാണുന്ന മൊത്തം ഹോട്ടൽസാണ്. നമ്മൾ അവിടുത്തെ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ തിരിച്ചിറങ്ങാൻ കുറച്ച് പണിയാട്ടോ. ഇങ്ങനെ ഹണി മേസ് പോലെയായി വഴി കിടക്കുന്നത്. ഏത് വഴി ചെന്ന് എവിടെ ഏതൊക്കെയോ വഴി കൂടെ ഇറങ്ങി താഴെ എത്തും. പക്ഷെ ഇങ്ങനെ പല ഇങ്ങനെ സെക്ഷൻസ് ആയിരുന്നു. ഇടയ്ക്ക് ഞാനൊന്ന് പെട്ടുപോയി.
ഇതാണ് എൻ്റെ ഹോട്ടൽ. കുറേ വഴികളുണ്ട്, ഒരു പിടുത്തമില്ല. ഹണിമൈസ് പോലെ ഇരിക്കും. ഏത് വഴി പോയാൽ ഇവിടെ എത്തണം. ട്രൈ